ഹായ് വ്യൂവേഴ്സ്, ഇത് നമ്മുടെ നാട്ടിൽ ചക്കപ്പഴം കിട്ടിയ ദിവസം എടുത്തൊരു വീഡിയോ ആയിരുന്നു. നമ്മൾ ചക്ക വരട്ടിയതുണ്ടാക്കുന്ന ആ ദിവസത്തോട് അടുത്തെടുത്ത ഒരു വീഡിയോ ആയിരുന്നു. ഇടാൻ പക്ഷേ മറന്നുപോയി. അപ്പോൾ അതിൻ്റെ ബാക്കി ചക്കപ്പഴം നമ്മുടെ കയ്യിൽ ഇരുന്നതും കൊണ്ട് ചക്ക അട ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ചക്കയട ഉണ്ടാക്കാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിനകത്തൊരു ശകലം ഉപ്പും ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച ചക്കപ്പഴം നമ്മൾ മിക്സിയിൽ നല്ലോണം അടിച്ചെടുത്തു. ശർക്കര പാനിയാക്കിയത് അവിടെ വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ ഒഴിക്കാമെന്ന് വിചാരിച്ച്. പക്ഷേ ഇത് ചക്ക ഇച്ചിരി കൂടിപ്പോയി എടുത്തത്. അപ്പം പൊടി ഇടുന്നതനുസരിച്ച് അതെന്താ ലൂസായിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കേണ്ടി വന്നില്ല. അതുകൊണ്ട് അത് സൈഡിൽ മാറ്റി വെച്ചേക്കുന്നു. വീണ്ടും നമ്മൾ പൊടിയിട്ട് അങ്ങനെ ഒന്ന് ടൈറ്റ് ആകുന്നവരെ പൊടിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്ന്. ചക്ക മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പം ചക്കയുടെ മധുരം മാത്രമേ ഇതുവരെ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ചുകൂടെ മധുരം അതിന് വേണം. അതിന് വേണ്ടി നമ്മളാണെങ്കിൽ കുറച്ച് ശർക്കര അല്ലാതെ ചീവി ഇട്ടിട്ട് ഇളക്കിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ച് തേങ്ങയും കൂടെ തിരുമ്മി പിന്നെ കുറേ ശർക്കരയും കൂടെ ചീവി എടുത്ത് നമുക്കതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. അങ്ങനെ ശർക്കരയും തേങ്ങയും കൂടി ഇട്ട് ഇളക്കി. അപ്പോൾ കുറച്ച് ലൂസായി, ശർക്കര ഇടുമ്പോൾ കുറച്ച് ലൂസാവുമല്ലോ. അങ്ങനെ കുറച്ചുകൂടെ ലൂസായി. എന്നാലും നമുക്ക് ഇലയിൽ പറ്റിച്ചെടുക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ നമ്മൾ വാഴയില ചെറിയ പീസാക്കി അതിനകത്ത് പരത്തിയെടുത്ത് ആവി കയറ്റിയെടുത്ത്. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മധുരം ഒരു കുറച്ച് കുറവുണ്ടെങ്കിലും ആവശ്യത്തിന് മധുരം ഉണ്ടായിരുന്നു. ചക്കയുടെ മധുരവും പിന്നെ ശർക്കരയുടെ കുറച്ച് മധുരം ഉണ്ടായിരുന്നു. അപ്പം കഴിക്കാനൊക്കെ നല്ലതായിരുന്നു. ഇവിടെ അങ്കിത്തും അഭിയൊക്കെ അതൊന്നും അധികം കഴിച്ചിട്ടില്ല. അപ്പോൾ അവർക്ക് കൊടുക്കാമെന്ന് വെച്ച് ഉണ്ടാക്കിയതാണ്. അവർക്ക് കുറച്ചൊക്കെ ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതൊന്നും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അവർക്ക് അവിടെ ഏൽക്കില്ല, സൈഡ് ഡിഷായിട്ടേ പറ്റത്തുള്ളൂ ഇതൊക്കെ. അങ്ങനെ പിന്നെ അതൊക്കെ കഴിച്ചു. അവർ അമ്പലത്തിൽ പോയേക്കുമായിരുന്നു. രാവിലെ പോയിട്ട് വന്നപ്പോഴത്തേക്ക് റെഡിയാക്കി വെച്ചിരുന്നു. അങ്ങനെ അവർക്ക് കൊടുത്ത്. പിന്നെ ഞാൻ വഴക്ക് പറഞ്ഞതുകൊണ്ട് മാത്രം കുറച്ച് കഴിച്ചു നോക്കി. അവർക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്നും അധികം ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇത് പിന്നെ ഇല കുറച്ച് വലുതായതുകൊണ്ട് പിന്നെ നമ്മൾ മുറിച്ച് കളഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്താണ് വെച്ചത് ആ പാത്രത്തിനകത്ത്. അങ്ങനെ നമ്മുടെ സൂപ്പറായിട്ടുള്ള ചക്കയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അങ്കിത്തിനും അബിക്കും കൊടുത്തു. അവർക്ക് അതിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് വാവ് എന്നൊന്നും പറഞ്ഞില്ല, കുറച്ച് കഴിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.